നിഴലെന്ന സിനിമയുടെ ഡയറക്ടർ മുസ്തഫ പാറയിൽ എൻ്റെ സുഹൃത്താണ്. ഞാനിതിൻ്റെ തിരക്കഥയും സംഭാഷണവും ഞാനാണ് രചിച്ചിരിക്കുന്നത്. മുസ്തഫ എന്നോട് ഇതേപോലെ എന്നൊരു ചെറിയ തീം പറഞ്ഞു. ഈ തീം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. നല്ലൊരു തീമാണ് എനിക്ക് തോന്നി. അപ്പോൾ ആ സിനിമ എഴുതാനുള്ളൊരു പ്രചോദനം ആ തീമിനെ കുറിച്ചിട്ട് കിട്ടിയപ്പോഴാണ് എനിക്ക് തോന്നിയത്. 20 വർഷങ്ങളായി നാടകരംഗത്ത് ഞാൻ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അമേച്ചർ നാടകങ്ങളും പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ പരിചയമുണ്ട്. സിനിമ എന്നുള്ളത് ഞങ്ങളുടെ പഴയൊരു സ്വപ്നം മാത്രമായിരുന്നു. ഒരുപാട് ആൽബങ്ങളും ചെറിയ ഷോർട്ട് സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നല്ലൊരു സിനിമ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായത് ഇപ്പോഴാണ്. നല്ല പ്രതികരണമായിരുന്നു ഈ സിനിമ കണ്ടപ്പോൾ. നല്ല പ്രേക്ഷകർ നന്നായിട്ട് നല്ല അഭിപ്രായങ്ങൾ. കാരണം നമ്മൾ പഴമയെ കുറ്റം പറയുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിപ്പോഴും നമ്മുടെ നാട്ടിൻപുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സർപ്പക്കാവും മറ്റും പഴയ വീടുകളെല്ലാം നമ്മൾ ഒഴിവാക്കുകയും പുതിയ വീട് പണിയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഈ കഥയുടെ തുടക്കം. നഗരത്തിൽ നിന്ന് വന്ന് നാട്ടിൻപുറത്തേക്ക് വരുന്നൊരു കുടുംബം, അവർ പഴമനെ തള്ളിപ്പറഞ്ഞ് നഗരജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നൊരു കുടുംബം. പക്ഷെ അവിടെ കാണുന്ന ലച്ചു എന്ന പെൺകുട്ടിയിൽ വരുന്ന കുറേ സംശയങ്ങൾ, അവൾ കാണുന്ന ചില നിഴലുകൾ, നമ്മൾ പഴമക്കാർ അതിനെ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ് തള്ളാറുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ വിപത്തുകൾ ഇന്നത്തെ പുതിയ തലമുറയാണ്. ഇന്നത്തെ പുതിയ തലമുറ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ, ചില ലഹരികളിൽ. ഇതിൻ്റെ ഒരു പ്രമേയം എന്ന് പറഞ്ഞാൽ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷെ നമ്മളാരും തിരിച്ചറിയാതെ പോകുന്നവരാണ് അവരെല്ലാം. പുറത്ത് മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ് നടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ കാണാക്കാഴ്ചകളാണ് ഈ സിനിമ.